ചെക്ക്മേറ്റ്, സ്റ്റെയിൽമേറ്റ്, കാസ്റ്റിലിംഗ്, ഫിയാൻഷീറ്റോ, ഗ്യാമ്പിറ്റ്, ക്യൂൻ, കിങ്, നൈറ്റ്. ഈ വേർഡ്സൊക്കെ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടതാണെന്ന് PSC ചോദിക്കാം. ഇതെല്ലാം ചെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ചെസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചെസ്സിൻ്റെ ജന്മനാട് നമ്മുടെ ഇന്ത്യയാണ്. പുരാതന കാലത്ത് ചതുരംഗം എന്ന പേരിലാണ് ചെസ്സ് അറിയപ്പെട്ടിരുന്നത്. ഒരു ചെസ് ബോർഡിൽ ആകെ 64 കളങ്ങളാണ് ഉള്ളത്. 32 വെളുപ്പും 32 കറുപ്പും. ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ചെക്ക്മേറ്റ്, സ്റ്റെയിൽമേറ്റ്, കാസ്റ്റിലിംഗ്, ഫിയാൻഷീറ്റോ, ഗ്യാമ്പിറ്റ് തുടങ്ങിയവ. ചെസ്സ് കളിയെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഫിഡെയാണ്, ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. ഫിഡെയുടെ ആസ്ഥാനം ലോസാൻ, സ്വിറ്റ്സർലൻഡാണ്. കേരളത്തിൽ നിന്നും ചെസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൽ നിന്നുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാരിൽ പ്രമുഖനായ വ്യക്തി ആരാണ്? SL നാരായണൻ. ഇന്ത്യൻ ചെസ്സിലെ അത്ഭുത ബാലൻ എന്നറിയപ്പെടുന്ന തൃശൂർ സ്വദേശിയായ ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരീൻ. 2022 നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന മലയാളി താരം നിഹാൽ സരീനാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് GN ഗോപാലാണ്. GN ഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആദ്യമായി നേടിയ കായിക താരം വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദിൻ്റെ ആത്മകഥയുടെ പേര് മൈൻഡ് മാസ്റ്റർ. ലോക ചെസ് ചാമ്പ്യനായ മാഗ്നസ് കാൾസണെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം രമേഷ് ബാബു പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ഗുഗേഷ് ആണ്. ഗുഗേഷ്. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയാണ്. സമകാലിക പ്രസക്തിയുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കാം. 2022 44ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ ഇന്ത്യൻ നഗരം ചെന്നൈയിലെ മഹാബലിപുരമാണ്. 44ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യചിഹ്നം തമ്പി. ഒരു ചെസ് കരുവിനെ പോലെ വേഷം ധരിച്ച വീരനായിരുന്നു തമ്പി. 2023 ചെസ് ലോകകപ്പിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? പ്രജ്ഞാനന്ദ. 2025 നടന്ന വുമൺസ് ചെസ് വേൾഡ് കപ്പ് ചാമ്പ്യൻ ദിവ്യ ദേശ്മുഖാണ്.